നൊസ്റ്റാൾജിയ ഇഷ്ടമില്ലാത്തവരാരാണത്? ഇപ്പോ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന, പ്രത്യേകിച്ച് ഒരു 85-90 കിഡ്സ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങള്, അങ്ങനെയുള്ള പല പല സാധനങ്ങളുടെയൊക്കെ ഫോട്ടോയും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചില പാട്ടുകളൊക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ അതൊരു 3-4 പ്രാവശ്യങ്ങളിൽ കണ്ടിരുന്ന ആ പഴയ കാലഘട്ടത്തിലേക്ക് പോകാത്തവരാരാണത്? ആരുമില്ല. അപ്പൊ അന്നത്തെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടുള്ള ഒരു സാധനം ഇപ്പോഴും മാർക്കറ്റിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടാവാം. അപ്പൊ ഞാൻ ഒരു കടയിൽ പോയി ഒരു ഞെക്കുന്ന പെണ്ണ് തരുമോ എന്ന് ചോദിച്ചപ്പോ ആ കടക്കാരൻ എടുത്തു തന്ന പെന്നാണ്. ഞാൻ ഒന്ന് വാങ്ങാനാ പോയത്, 2 വാങ്ങിച്ചു. കാരണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു സാധനം ഒരു കാലത്തെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്കൂൾ പഠനകാലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വിലപിടിപ്പുള്ള അന്നത്തെ 8 രൂപയുടെ 10 രൂപയുടെ ഒക്കെ പേനകൾ ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ട, അന്നത്തെ 2 രൂപയുടെ ഈ പെന്ന്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 2 രൂപയായിരുന്നു. ഇന്ന് 5 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അതിന് മുന്നത്തെ ആളുകൾ 1.5 രൂപയ്ക്കാണ് അത് വാങ്ങിയിരുന്നത്, അല്ലെ? അപ്പോ ഈ ഒരു പേന കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം തോന്നി. ഇത് പരസ്യമൊന്നുമല്ല. ഈ കമ്പനിക്കാർ എനിക്ക് പൈസ തന്നിട്ട് നിങ്ങൾ പരസ്യം ചെയ്യണമെന്നും പറഞ്ഞതല്ല. അതിന് മാത്രം ഈ ചാനൽ വളർന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോ ഈ ഒരു പേന ഇതാ, നമ്മളെ സ്റ്റിക്ക് ഈസി, സ്റ്റിക്ക് ഈസി. ഇതാ ഇതുപോലെ ഇങ്ങനെ മഞ്ഞ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിപ്പ് ഇതുപോലെ വരും. എന്നിട്ട് നമ്മൾ ഇത് ഞെക്കി കഴിഞ്ഞാൽ നിപ്പ് ഉള്ളിലേക്ക് പോകും. പണ്ടത്തെ സ്കൂൾ കുട്ടികളുടെ കയ്യില്, ബസ് കണ്ടക്ടർമാരുടെ കയ്യില്, ചെക്കർമാരുടെ കയ്യില്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യില്, അധ്യാപകരുടെ കയ്യില് ഇത് ഉപയോഗിക്കുന്ന ഒരാളില്ല. കാരണം അന്നത്തെ ചീപ്പ് റേറ്റിൽ കിട്ടിയിരുന്ന ഈ പേന. പിന്നെ ഇതുകൊണ്ട് കുട്ടികൾ അന്ന് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഞെക്കിയിട്ട് ഈ മഞ്ഞ സ്വിച്ച് ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കുന്ന ഒരു കളിയും കൂടെ അന്ന സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. അതിന് ടീച്ചർക്കൊന്ന് ചെയ്ത് തന്നു, അല്ലെ? എന്തായാലും അതൊരു നൊസ്റ്റാൾജിയാണ്. അപ്പൊ ഈ ഒരു പെൻ ഇപ്പോഴും മാർക്കറ്റിൽ ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ, അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് വിചാരിച്ചാൽ വേണമെങ്കിൽ ആ നൊസ്റ്റാൾജിയ ഇപ്പോഴും ഒരു ട്രെൻഡ് ആക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇത്ര മാത്രം. അപ്പൊ എനിക്ക് ഉണ്ടായിട്ടുള്ള അത്ഭുതം ഇതിപ്പോഴും ഉണ്ടോ എന്ന് തോന്നിയത് നിങ്ങളെയായിട്ട് പങ്കുവെച്ചു എന്നുള്ളത് മാത്രം. ഓക്കെ, നന്ദി, നമസ്കാരം.